ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, സമൂഹശാസ്ത്രവും സമൂഹവും എന്നതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത്. സോഷ്യോളജി ആൻഡ് സൊസൈറ്റി. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ് സമൂഹശാസ്ത്രം, സമൂഹശാസ്ത്രം എങ്ങനെ ഡെവലപ്പ് ചെയ്തു, സമൂഹശാസ്ത്രവും മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് സോഷ്യോളജി, സമൂഹശാസ്ത്രം എന്നാൽ എന്താണ് എന്നറിയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആശയത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്നുള്ളത്. ഈ ഒരു ആശയം അവതരിപ്പിക്കുന്നത്, സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്നുള്ള ആശയം അവതരിപ്പിക്കുന്നത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള, അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായിട്ടുള്ള സി റൈറ്റ് മിൽസ് ആണ്. പേരോർത്ത് വെക്കണം, വൺ വേർഡ് ക്വസ്റ്റ്യൻ വരും. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയ സി റൈറ്റ് മിൽസ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്നുള്ള ആശയം അവതരിപ്പിക്കുന്നത്. ഈ ഒരു ആശയത്തില് പറയുന്നത് ഒരു വ്യക്തിയും സമൂഹവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഒരു സങ്കല്പത്തിൽ, ഈ ഒരു ആശയത്തിൽ വിവരിക്കുന്നത്. വ്യക്തിയും സമൂഹവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നതാണ് സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്ന് പറയുന്നത്. അനുഭവവും വിശാല സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ അവബോധമാണ് സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്നത്. അനുഭവവും വിശാല സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധത്തെ നമുക്ക് എന്ത് പറയാം? സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്ന് പറയാം. ഒരു കാര്യത്തെ എങ്ങനെ സാമൂഹ്യപരമായി കാണാമെന്നുള്ളത്, അതിനുള്ള ആ കഴിവിനെയാണ് സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്ന് പറയുന്നത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. സാമൂഹ്യപരമായ ഭാവനയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ തീരുമാനം എടുക്കാനും സ്വയം മുന്നേറാനും അയാൾക്ക് കഴിയുന്നുണ്ടായിരിക്കും. സമൂഹത്തെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ നിരീക്ഷണത്തിന് ഈ ഒരു വീക്ഷണം സഹായിക്കുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ഒബ്സർവേഷന് ഈ ഒരു ആശയം, ഈ ഒരു നിരീക്ഷണം സഹായിക്കുന്നുണ്ട്. അപ്പൊ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ സമൂഹശാസ്ത്രപരമായ കാഴ്ചപ്പാടിനെയാണ് സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്ന് പറയുന്നത്. സമൂഹത്തെ കുറിച്ചുള്ള അവബോധതയാണ് സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്ന് പറയുന്നത്. അവിടെ വ്യക്തിയുടെ പ്രശ്നം സാമൂഹിക പ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ പ്രശ്നം എങ്ങനെ സാമൂഹിക പ്രശ്നമായി മാറുന്നു എന്നുള്ളത് വിശദീകരിക്കുന്നതാണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ബഹുസ്വരതകളെ കുറിച്ചും അസമത്വങ്ങളെ കുറിച്ചുമാണ്. പ്ലൂരാലിറ്റീസ് ആൻഡ് ഇനീക്വാളിറ്റീസ് എമംഗ് സൊസൈറ്റി. നമുക്കറിയാം, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞതാണ്. അതിലെ ഓരോ സമൂഹത്തിന്റെയും പ്രത്യേകതയാണ് അസമത്വം അല്ലെങ്കിൽ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് അമർത്യ സെൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചില ഇന്ത്യക്കാര് ധനികരാണ്, എന്നാൽ മിക്കവരും അങ്ങനെയല്ല. ചിലര് ധനികരാണെങ്കിൽ ചിലര് ദരിദ്രരാണ്. സം ഇന്ത്യൻസ് ആർ റിച്ച്, മോസ്റ്റ് ഓഫ് ആർ നോട്ട്. പിന്നെ പറയുന്നത് ചിലർ നല്ല വിദ്യാഭ്യാസം നേടിയവരാണ്, എന്നാൽ മറ്റു ചിലര് നിരക്ഷരരാണ്. സം ആർ വെൽ എഡ്യൂക്കേറ്റഡ്, അതേഴ്സ് ആർ ഇല്ലിറ്ററേറ്റ്. ചിലർ ആഡംബര ജീവിതം നയിക്കുന്നു, എന്നാൽ മറ്റു ചിലര് കഷ്ടതകൾ അനുഭവിക്കുന്നു. സം ലീഡ് ഈസി ലൈഫ് ഓർ ലക്ഷറി ലൈഫ്, അതേഴ്സ് ടോയിൽ ഹാർഡ് ഫോർ ലിറ്റിൽ റിവാർഡ്. ചെറിയൊരു റിവാർഡിന് വേണ്ടി, ചെറിയൊരു സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോലും കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ചിലര്, എന്നാൽ ചിലര് ധനികരാണ്, അവർക്ക് ആഡംബര ജീവിതം നയിക്കാനായി സാധിക്കുന്നുണ്ടായിരിക്കും. പിന്നെ പറയുന്നത് ചിലർക്ക് രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ അധികാരമുള്ളവരാണ്, എന്നാൽ മറ്റു ചിലർക്ക് യാതൊരു സ്വാധീനങ്ങളും ഉണ്ടായിരിക്കില്ല. സം ആർ പൊളിറ്റിക്കലി പവർഫുൾ, അതേഴ്സ് കനോട്ട് ഇൻഫ്ലുവൻസ് എനിത്തിങ്. പൊളിറ്റിക്കലി പവർഫുൾ, രാഷ്ട്രീയമായി ശക്തിയുള്ളവർക്ക് എന്ത് ചെയ്യാനായി കഴിയും? മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, സ്വാധീനിക്കാനായി സാധിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ ചിലർക്ക് ജീവിതത്തിൽ മുന്നേറാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരിക്കും, എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെ യാതൊരു അവസരങ്ങളും ഉണ്ടായിരിക്കില്ല. സം ഹാവ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതേഴ്സ് ലാക്ക് ദം ഫോർ അഡ്വാൻസ്മെന്റ് ഇൻ ലൈഫ്. ദെൻ ചിലർക്ക് സമൂഹത്തിൽ നല്ല ബഹുമാനം ലഭിക്കുന്നുണ്ടായിരിക്കും, എന്നാൽ മറ്റു ചിലർക്ക് അങ്ങനെ ഒന്നും ലഭിക്കുന്നുണ്ടായിരിക്കില്ല. സം ആർ ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട് വൈൽ മെനി അതേഴ്സ് ആർ ഇൽ ട്രീറ്റഡ്. ഇത്രയാണ് സമൂഹത്തിലെ ബഹുസ്വരതകളെ കുറിച്ചും അസമത്വങ്ങളെ കുറിച്ചും അമർത്യ സെൻ പറയുന്നത്.
ഇനി നമ്മളൊരു പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത്, ഇന്ദിര ആവാസ് യോജന. ഇന്ദിര ആവാസ് യോജന 1999 MORDയും അതേപോലെ തന്നെ ഹഡ്കോയും ചേർന്ന് രൂപീകരിച്ച ഒരു പദ്ധതിയാണ് ഈ ഇന്ദിര ആവാസ് യോജന എന്ന് പറയുന്നത്. MORD എന്ന് പറഞ്ഞാൽ ഗ്രാമീണ വികസന മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ ഗ്രാമീണ വികസന മന്ത്രാലയവും ഹഡ്കോയും ചേർന്നാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഹഡ്കോ എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതാണ് ഹഡ്കോ. അപ്പോൾ MORDയും ഹഡ്കോയും ചേർന്ന് 1999 രൂപീകരിച്ച പദ്ധതിയാണ് ഇന്ദിര ആവാസ് യോജന എന്ന് പറയുന്നത്. ദരിദ്രരായ പാർപ്പിടരഹിതർക്ക് സൗജന്യമായി വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയാണ് ഇന്ദിര ആവാസ് യോജന എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പാർപ്പിടമില്ലായ്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ പ്രശ്നമാണ്. അത് ചില പൊതുവായ നടപടികളിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പൊതു പ്രശ്നമായി മാറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. അതിൽ ആദ്യം നമ്മളൊരു ആശയത്തെ കുറിച്ച്, സമൂഹശാസ്ത്രം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആശയത്തെ കുറിച്ചാണ് പറഞ്ഞത്, സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്നത്. ഇത് അവതരിപ്പിച്ചത് C. റൈറ്റ് മിൽസ് ആണ്. പിന്നെ ഒന്നുകൂടി പറയാണ്, അത് വൺ വേർഡ് ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നന്നായി ഓർത്തു വെക്കുക. C. റൈറ്റ് മിൽസ് എന്ന അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ് സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്ന ആശയം രൂപീകരിച്ചിട്ടുള്ളത്. ഇതില് വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പട്ടിണി എന്നത് ഒരു വ്യക്തിയുടെ പ്രശ്നമാണ്. പക്ഷെ അതുപോലെ ഒരുപാട് ആളുകൾ അയാളുടെ ചുറ്റും ഉണ്ടായിരിക്കും. ആ ഒരു തിരിച്ചറിവ്, അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അതൊരു സാമൂഹ്യ പ്രശ്നമാകുന്നത്. അയാളെ പോലെ തന്നെ മറ്റുള്ളവരും ഇതേപോലെ പട്ടിണിയിൽ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അതൊരു സാമൂഹിക പ്രശ്നമായി മാറുന്നത്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ വസ്തുനിഷ്ഠമായി വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് നോക്കി കാണാനും പ്രശ്നത്തെ സമീപിക്കുന്ന രീതിയിൽ തന്നെ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു ചെറിയ അതിന്റെ ഒരു പദ്ധതി, ഇന്ദിര ആവാസ് യോജനയെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ബഹുസ്വരതകളെ കുറിച്ചും അസമത്വങ്ങളെ കുറിച്ചും പറഞ്ഞു. അമർത്യ സെന്നിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും പറയുകയുണ്ടായി. ഇത്രയാണ് ഇന്നത്തെ നമുക്ക് പറയാനുണ്ടായിരുന്നത്. താങ്ക് യു.